CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം, CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. വ്രതവിശുദ്ധിയുടെ നിറവിൽ ചെറിയ പെരുന്നാൾ ആഘോഷം. ഒരു മാസക്കാലം നീണ്ടുനിന്ന ആത്മചൈതന്യത്തിൽ നിന്നും നേടിയെടുത്ത വിശുദ്ധിയോടെ ഇസ്ലാം മതവിശ്വാസികൾ ഈദുൽ ഫിത്തർ ആഘോഷിക്കുന്നു. വേലൂരിൽ കഴിഞ്ഞ 5 ദിവസങ്ങളിലായി നടന്നുവന്നിരുന്ന ഗ്രാമകം നാടകോത്സവത്തിന് തിരശീല വീണു. കേരളത്തിലെ തന്നെ പ്രസിദ്ധിയാർജിച്ച നാടകോത്സവത്തിന് വിവിധ പ്രദേശങ്ങളിൽ നിന്നായി എത്തിയത് ആയിരങ്ങൾ. കിഴക്കാളൂരിൽ അമിത വേഗതയിലെത്തിയ ഇന്നോവ ഇലക്ട്രിക് പോസ്റ്റ് ഇടിച്ചു തകർത്തു. ബുധനാഴ്ച പുലർച്ചെ 2 മണിയോടെയായിരുന്നു അപകടം. CCTV ഡയറക്ടർ CI വിജുവിന്റെ പിതാവ് പോർക്കുളം ചിറ്റിരപ്പിള്ളി പരേതനായ ഉട്ടൂപ്പിന്റെ മകൻ ഇട്ടു പുണ്ണി നിര്യാതനായി. 87 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 10-ന് കുന്നംകുളം വിശുദ്ധ നാഗൽ ബറിയൽ ഗാർഡൻ സെമിത്തേരിയിൽ നടക്കും. ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി കെ മുരളീധരന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഗുരുവായൂരിൽ പെൻഷനേഴ്സ് സംഗമം നടത്തി. മാതാ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സംഗമം KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ MP ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ലോക്സഭാ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് VS സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഗുരുവായൂർ ദേവസ്വം പെൻഷനേഴ്സ് കൺവെൻഷൻ നടത്തി. വിശ്വവിഖ്യാത സാഹിത്യകാരൻ ഫയോദർ ദസ്തയേവ്സ്കിയുടെ ജീവിതകഥ ആസ്പദമാക്കിയ നാടകം പ്രേക്ഷകരുടെ കണ്ണുകളെ ഈറനാക്കി. വേലൂർ ഗ്രാമകം നാടകോത്സവത്തിൽ പ്ലാംയാ ലൂബ്യൂയ് എന്ന നാടകമാണ് അരങ്ങിലെത്തിയത്. ഗ്രാമകം നാടകോത്സവത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച ജലധാര യന്ത്രം നാടകോത്സവത്തിന്റെ മുഖ്യ ആകർഷണമായി. എരുമപ്പെട്ടി മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിച്ചു. UAE ഉമ്മുൽ ഖുവൈൻ KMCC തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ സ്നേഹസ്പർശം പദ്ധതിയുടെ ഭാഗമായി സഹായധനം വിതരണം ചെയ്തു. അണ്ടത്തോട് CH കലാസാംസ്കാരിക സമിതി ഓഫീസിൽ നടത്തിയ ചടങ്ങ് മുസ്ലിം ലീഗ് നേതാവും അണ്ടത്തോട് മഹല്ല് പ്രസിഡന്റുമായ VK മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. കാട്ടകാമ്പാൽ പൂരത്തോടനുബന്ധിച്ച് നടത്താറുള്ള ആറാട്ട് മഹോത്സവം ശനിയാഴ്ച നടക്കും. കാണാതായ ഗൃഹനാഥനെ കണ്ടെത്തി. പെരുമ്പിലാവ് പൊതിയഞ്ചേരിക്കാവ് കോഴിക്കലാട്ട് വീട്ടിൽ 70 വയസ്സുള്ള വേലായുധനെയാണ് ചാലിശ്ശേരി ക്ഷേത്ര പരിസരത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ ആളൊഴിഞ്ഞ പറമ്പിലെ കിണറ്റിൽ നിന്നും കണ്ടെത്തിയത്. ഗുരുവായൂരിൽ സൈക്കിൾ യാത്രികൻ കുഴഞ്ഞു വീണു മരിച്ചു. ചൊവ്വല്ലൂർപ്പടി വാഴപ്പള്ളി വീട്ടിൽ 70 വയസ്സുള്ള ലാസറാണ് മരിച്ചത്. വേലൂർ ഗ്രാമകം നാടകോത്സവ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. പ്രശസ്ത ഗാനരചയിതാവും കവിയുമായ റഫീഖ് അഹമ്മദ് പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. പുനേർകുളം സഫലം മാനവ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ തീരദേശ മേഖലയിൽ അർഹതപ്പെട്ട കുടുംബങ്ങൾക്ക് പെരുന്നാൾ കിറ്റ് വിതരണം ചെയ്തു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ പരിശുദ്ധ അബ്ദുൾ ജലീൽ മോർ ഗ്രിഗോറിയോസ് ബാവയുടെ ഛായാചിത്ര പ്രയാണ യാത്രയ്ക്ക് സ്വീകരണം നൽകി. നരേന്ദ്രമോദിയുടെ കുന്നംകുളം സന്ദർശനം. കക്കാട് ക്ഷേത്രത്തിൽ പ്രധാനമന്ത്രിയുടെ പേരിൽ ശ്രീരുദ്രം വഴിപാട് നടത്തുന്നതായി ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കുന്നംകുളത്തെ പ്രമുഖ ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനമായ ഓക്ടൽ ഗ്രൂപ്പ് ഇഫ്താർ സംഗമം നടത്തി. താങ്ങും തണലും കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ ചെറിയ പെരുന്നാൾ ആഘോഷം സംഘടിപ്പിച്ചു. ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.